നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറ. ആദിത്തമ്പുരാനെ കിട്ടി കിട്ടി ആദിത്തമ്പുരാനെ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നിങ്ങൾ ഏവരും കാണാൻ ആഗ്രഹിക്കുന്ന അംജിക്കയും വെടികൊണ്ട പന്നിയായി നിൽക്കണേ. വീട്ടുകാർക്ക് അറിയാമായിരുന്നു അസല ഇങ്ങനെ ഒരു വ്യക്തിയാണ്. അങ്ങനെയല്ല, ഫസ്റ്റ് ഓഫ് ഓൾ ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. യൂട്യൂബ് ഒക്കെ തുറന്നു നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇത് ഒത്തിരി നാൾ പോകത്തില്ല. പക്ഷെ ഒരുപാട് ആളുകൾ അങ്ങനെ ജഡ്ജ് ചെയ്യുന്നു. ആ ഒരു കമന്റിനെ എങ്ങനെയാ പറയുന്നേ? ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ഒരു പുതിയ കല്യാണം കഴിഞ്ഞവരോട് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ വിഷസ് പറഞ്ഞിട്ട് ഞാൻ കണ്ടേക്കുന്നത്. അതെ അതെ. അതിന് പകരം ഇത് അധികം കാലം മുന്നോട്ട് പോവില്ല എന്നൊക്കെ പറയുമ്പോ അവരെ എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ കൊണ്ടായിരുന്നു. ഡോക്ടർ റോബിൻ ആരത്തിപ്പൊടിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ്? കേറി ഒന്ന് കാണാൻ സമ്മതിച്ചത് ഒരേ ഒരു പ്രാവശ്യ. സത്യാവസ്ഥ ആരോട് ചോദിച്ചാ മനസ്സിലാക്കുക? എനിക്ക് പേഴ്സണലി തോന്നിയത് ഡോക്ടർ റോബിൻ ഭയങ്കര ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. രാവിലെ കല്യാണ ദിവസത്തിന്റെ അന്ന് രാവിലെ എഴുന്നേറ്റ് ചായ ഒക്കെ ഇട്ട് തന്നോ? ചായ ഇട്ട് തരാനല്ല. അവർക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടായി എന്റെ ചീട്ട് കീറും. അപ്പൊ ഇനി ഇപ്പം ഒരുപാട് ട്രോഫികളും മൊമെന്റുകളും ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അയ്യോ, ഞാനിത് ഇപ്പോഴേ അറിയണത്. സത്യമാണോ? കളിക്കരുത്. മേടിച്ചു വെച്ചിട്ടല്ല, കിട്ടിയിട്ടുണ്ട്. കൺഫ്യൂഷൻ ആയല്ലോ. ഗൂഗിളിന്റെ അമ്മാവന്റെ മക്കളും നല്ല വെറുതെ ചുമ്മാ പൈസ തരാൻ. ഇതിലെന്തുവാ കഷ്ടപ്പാട്? ചുമ്മാ ഇരുന്ന പൈസ ഉണ്ടാക്കുവല്ലേ? എങ്ങനെ 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 ചുമ്മാ ഇരുന്ന പൈസ ഉണ്ടാക്കുവല്ലേ? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി.